ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇന്നുള്ളത് എൻ്റെ മാമിയുടെ വീട്ടിലാണ് കേട്ടോ. കുട്ടിപ്പട്ടാളങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു നൂലുകെട്ട് ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടല്ല ഫംഗ്ഷന്, മാമിയുടെ മോൻ്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്താണ്. നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി മുകളിൽ വന്നിട്ടുണ്ട്. നമ്മളതിൽ കയറാനായിട്ട് എല്ലാവരും കൂടെ ഓടിപ്പോയാണ്. ഫസ്റ്റ് തന്നെ സീറ്റ് പിടിക്കാനായിട്ട് സൈഡ് സീറ്റ് കിട്ടുമെന്ന് കരുതി വന്നപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടെ അതങ്ങ് കൈക്കലാക്കി കേട്ടോ. അങ്ങനെ ഇതാ ഒരാൾ രാവിലെ പിണങ്ങി വന്നതാണ് കേട്ടോ. അവന് ഉറക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിരാവിലെ ഇങ്ങ് എത്തിയിട്ടോ. അപ്പോൾ ആ ഉറക്കം തെളിയാത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും അവൻ്റെ മുഖത്തുണ്ട്. ഉറക്കം അവന് ഭയങ്കര മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോയി കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു കരച്ചിലും മടിയും ബഹളവും എല്ലാം നടത്തിയിട്ടാണ് വന്നത്. അതവൻ്റെ മുഖത്ത് കാണാനുണ്ട്, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ എല്ലാവരും എത്തി കേട്ടോ. അപ്പോഴും നമ്മൾ എല്ലാം വണ്ടിയെല്ലാം ഫുള്ളായി. അങ്ങനെ നമ്മൾ എവിടെയാണ് നെയ്യാറ്റിൻകര എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അവിടെ ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ പിന്നെ അവനങ്ങ് ഉറക്കമായി കേട്ടോ. പിന്നെ കുറേ കൂടെ ചെന്നപ്പോഴത്തേക്ക് ഇതാ കൊച്ചി എത്തി എന്ന് പറയുമ്പോൾ സിറ്റി എത്തി കേട്ടോ. സിറ്റി എത്തിയപ്പോഴത്തേക്കും വേറൊരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സീറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ സീറ്റിൽ നിന്ന് ഒരു സീറ്റ് കൊടുത്തു. അങ്ങനെ അവൻ്റെ സീറ്റ് അങ്ങ് പോയി കിട്ടി. അവൻ എൻ്റെ മടിയിലേക്ക് വീണ്ടും കയറിപ്പറ്റി. അവന് പിന്നെ എവിടെ പോയാലും ഇതുപോലെ ഇരുന്നില്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. അവന് എൻ്റെ മടിയിലിരിക്കുന്നതിൻ്റെ അത്ര ഒരു കംഫർട്ട് വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല. അത് കാറിൽ പോയാലും ഇതുപോലെ കയറിയിരിക്കും. ചിലപ്പോൾ ഞാൻ അങ്ങ് ഓടിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഉറക്കം തെളിയാത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടില്ലേ. ആ പുഴുപ്പൽ കണ്ടറിയാം. അങ്ങനെ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് പോവുകയാണേ. പിന്നെ ഞാൻ എത്ര ഓട്ടിച്ചു വിട്ടാലും ഇതുപോലെ അട്ട പിടിച്ചിരിക്കുമ്പോൾ എന്നെ പറ്റി ഇരുന്നോളും കേട്ടോ. അത് വേറൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ സിറ്റിയിലോട്ട് കിടന്നു കേട്ടോ. അങ്ങനെ എവിടെ നമ്മൾ നൂലെട്ട് ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക് എത്താറായി. അവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി വളഞ്ഞ് പോകാത്തതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാവരും കൂടെ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നല്ല ശുദ്ധവെള്ളമാണെന്ന് കരുതി ഒന്ന് എത്തി വയ്ക്കാൻ പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ്, ബാഡ് സ്മെല്ല്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടന്ന് എവിടെ എത്തി, ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ അവിടെ വന്നപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ വലിയ ഒരു ആർഭാട രീതിയിലുള്ള ഫംഗ്ഷനൊന്നുമല്ല, എല്ലാം സിമ്പിളായിട്ടാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ നല്ല തത്തയുടെ സൗണ്ട്. ഓടിപ്പോയി നോക്കി കേട്ടോ. പുറകുവശത്ത് ഇവന്മാർ നമ്മുടെ എല്ലാവരെയും ബഹളം സൗണ്ട് കേട്ടിട്ട് ഭയങ്കര ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫംഗ്ഷനൊക്കെ തുടങ്ങി. പേരിടലും നൂലുകെട്ടും എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പേര് റിവീൽ ചെയ്യുകയാണ്. ബാവയുടെ പേര് ദീക്ഷ ശ്രവണൻ എന്നാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറകിൽ വന്നപ്പോഴത്തേക്കും ഒരു പൂച്ച സാറിൻ്റെ ഇപ്പുണ്ട് കേട്ടോ. അവർ വളർത്തുന്നതാണ് കേട്ടോ. എന്നെ മൈൻഡാക്കിയില്ല. ഞാൻ വിളിച്ചിട്ട് അവൻ ഓടി അകത്തേക്ക് പോയി. പിന്നെ അവൻ ആ പരിസരത്ത് പോലും ഞാൻ കണ്ടില്ല. ഞാൻ അവിടുന്ന് വരുന്നത് വരെ പിന്നെ അവനവിടെ കണ്ടിട്ടേയില്ല. അങ്ങനെ നമുക്ക് ഇരുന്നിരുന്ന് ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോയി. നമുക്ക് പിന്നെ കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ടൈം എത്തി, നമ്മളും കഴിക്കാൻ പോയി. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇടിയപ്പവും കേസരി, വട, അടപ്രഥമൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തീരെ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ 2 ഇടിയപ്പത്തിൽ അങ്ങ് ഒതുക്കി. പിന്നെ അവൻ്റെ വടയും കൂടെ എനിക്ക് കിട്ടിയപ്പോൾ അങ്ങ് തികഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരികയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ജാനൂട്ടി എൻ്റെ ഈ ചുരിദാർ കണ്ടിട്ട് പറയണം, അമ്മയ്ക്കിത് സൂപ്പറായിരിക്കുന്നെന്ന്, ഭയങ്കര രസമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് പൊക്കി അടിച്ച് സുഖിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ കേട്ട് സുഖിച്ചിങ്ങനെ വരികയാണേ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു പടുകൂറ്റം മരം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല റീൽസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നി. അങ്ങനെ പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ആയി. കാരണം അവൻ അമ്മയുടെ അടുത്തും പോയി, അവൾ ഇങ്ങോട്ടും വന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നല്ല ചൂടായിരുന്നേ. മഴക്കോളം കൊണ്ട് നല്ല ചൂടൊക്കെ ആയിരുന്നു. നല്ല ഉറക്കവും വരണുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല ചൂട് കാരണം. പിന്നെ അടിച്ച് പൊളിച്ച് പാർട്ടൊക്കെ ഇട്ട് തകർത്ത് ഇങ്ങോട്ട് വന്നിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ആ സൈഡ് സീറ്റിൽ ഇരുന്ന് കാറ്റടിച്ചപ്പോഴത്തേക്ക് ഉറങ്ങി വീണിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് വീട് എത്തുന്നതിന് മുമ്പ് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. വിഷ്ണു എല്ലാവർക്കും ഫുഡ് വാങ്ങി തരാനായിട്ട് അങ്ങനെ ഹോട്ടലിൻ്റെ സൈഡിൽ കൊണ്ടൊതുക്കി. അങ്ങനെ എല്ലാവരും കൂടെ കയറി കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഊണും ഇല്ല, ചിക്കൻ കറിയും ഇല്ല, പിന്നെ ബീഫ് മാത്രം, പിന്നെ ബീഫ് ബിരിയാണി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ബീഫിനോട് താല്പര്യം ഇല്ലെങ്കിലും പിന്നെ ഗതികേട് കൊണ്ട് ഞാനങ്ങനെ വാങ്ങി കേട്ടോ. അങ്ങനെ ഞാനും ജാനുവായിട്ടും കൂടെ ഒരു ബിരിയാണിയിലങ്ങ് ഒതുക്കി. പിന്നെ കാണാൻ നല്ല അലങ്കാരമൊക്കെ ആണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടമായില്ല. കാരണം ബീഫും ഞാനും കൂടെ ഒത്തു പോകത്തില്ല കേട്ടോ. ധാരാളം അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ഇട്ട് അലങ്കാരത്തിന് ഒരു കുറവും ഇല്ല. പിന്നെ ബീഫ് ബിരിയാണി ആണെങ്കിൽ മുട്ടയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അമ്മയും മോനും കൂടെ ബെറോട്ടയിലങ്ങ് ഒതുക്കി കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ആ കഷ്ണങ്ങളൊക്കെ പറക്കി സൈഡിൽ വെച്ചിട്ട് ബാക്കി അകത്താക്കി. അങ്ങനെ വരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാമേ.